ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ രണ്ടാമത്തെ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഈ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. നമുക്കെല്ലാവർക്കും ഈ നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. കരം കുപ്പി പിടിച്ച് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് ത്രികാല ജപം ചൊല്ലിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വസിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. രണ്ട് കരങ്ങൾ യാചനയോടെ പിടിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കണം. പരിശുദ്ധാത്മാവ് വന്ന നമ്മളെ ശുദ്ധീകരിക്കുന്നേ, പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നേ, പരിശുദ്ധാത്മാവ് കൃപയാലും അഭിഷേകത്താലും നമ്മളെ നിറയ്ക്കുന്നേ. പ്രിയപ്പെട്ടവർ, ഈ ശുശ്രൂഷയിൽ ഉടനീളം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി നമ്മളിൽ വ്യാപരിക്കണം. അമ്മയ്ക്ക് സമർപ്പിക്കുന്ന മുഴുവനും മക്കളിലേക്ക് പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങണം. ഈ നിമിഷം പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ കരങ്ങൾ രണ്ടും തുറന്നു പിടിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ആത്മാർത്ഥമായിട്ട് ആത്മാവിനെ വിളിച്ച് നമുക്ക് പാടി ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേ വീശിടുക. ഓ പാവനാത്മാവേ, ഒരുമിച്ചെല്ലാവരും പാടാമോ? ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ജീവനേകണേ, ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. നമ്മുടെ ശിരസ് മുതൽ പാദം വരെയുള്ള മുഴുവനും മേഖലകൾ സമർപ്പിച്ച്, നമ്മുടെ ഹൃദയവും മനസ്സും സമർപ്പിച്ച്, നമ്മുടെ ബുദ്ധിയുടെ തലങ്ങളൊക്കെ സമർപ്പിച്ച്, പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ.
ഞങ്ങളെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഞങ്ങളിലെ മാലിന്യങ്ങൾ മുറ്റുപനം ഒന്ന് തുടച്ചു മാറ്റണമേ, കത്തിച്ച് ചാമ്പലാക്കണമേ. തിന്മ നിറഞ്ഞ തിന്മയോടുള്ള ആസക്തികൾ മുറ്റുപനം എടുത്തു മാറ്റണമേ. പുണ്യത്തിൽ വളരുവാനുള്ള വലിയൊരു കൃപ, വലിയൊരു അഭിഷേകം, വലിയൊരു ശക്തി പരിശുദ്ധാത്മാവേ നീ ഞങ്ങൾക്ക് തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും ഒന്ന് ചേർന്ന് മനസ്സുരുകി ആത്മാവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു വലിയ ദാഹത്തോടെ വിളിച്ചു പാടാം. ഓ പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഞങ്ങളുടെ ദാഹം തീർക്കണേ. സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. നമ്മുടെ സഭയെ സമർപ്പിച്ച മക്കളെ, ആത്മാവേ പരിശുദ്ധാത്മാവേ, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. ലോകത്തിലുള്ള മുഴുവനും മക്കളെ സമർപ്പിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും നിറയണമേ, സഭയിൽ നിറയണമേ. എല്ലാ മക്കളും ഒരുങ്ങപ്പെടാനായിട്ട് പരിശുദ്ധാത്മാവേ നിറയണമേ. ഈ നിമിഷം നിറഞ്ഞു കവിയണമേ, ഞങ്ങളുടെ ജീവിതത്തില് നിറയണമേ, നിറഞ്ഞു കവിയണമേ. രണ്ട് കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, കണ്ണുകളടയ്ക്കാൻ രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധയമ്മയോട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമ്മളെ കെട്ടിയിട്ടുള്ള നമ്മുടെ കുടുംബത്തെ, സഭയെ കെട്ടിയ എല്ലാ പൈശാചിക ശക്തികളെയും എടുത്തു മാറ്റാനായിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുക. നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കൂട്ടായ്മയെയും തിരുസഭയെയും സൃഷ്ടപ്രപഞ്ചത്തെയും ഇതിൻ്റെ എല്ലാം നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിൻ്റെ സകല കുടില തന്ത്രങ്ങളെയും അമ്മയുടെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണേ അമ്മേ. കർത്താവായ ക്രിസ്തുനാഥ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഞങ്ങളുടെ ഈ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ അങ്ങ് വന്ന് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധം, ദുരന്തങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. സർവ്വജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയം ഇപ്പോൾ ഞങ്ങളുടെ അഭിഭാഷയായിരിക്കട്ടെ. കരങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച അമ്മ മാതാവിൻ്റെ രൂപമൊന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അമ്മയോട് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന: പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അവിടുത്തെ വത്സല മലവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും എനിക്കുള്ളത് പൂർണ്ണമായും അമ്മ
അമ്മയുടേത് മാത്രമാണ്. അമ്മയുടേത് മാത്രമാണ്. അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു കൊണ്ടേറ്റു ചൊല്ലാം: ദൈവമാതാവും ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, ഫാത്തിമാനാഥേ, എന്നെയും എന്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും അങ്ങേ വിമല ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമായി അങ്ങ് എപ്പോഴും ഉണ്ടാകണമേ. ആത്മീയവും ശാരീരികവും മാനസികവുമായ സകല അപകടങ്ങളിൽ നിന്ന്, ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിന്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ചുകൊണ്ട് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ, ആമേൻ. ഈശോ മിശിഹായ്ക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശാന്തമായിട്ടിരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 2ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം വെളിപ്പെടുത്തി തന്നതിന് ശേഷം നാളെ മുതൽ യഥാർത്ഥ മരിയാഭക്തി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, എന്തുകൊണ്ടാണ് വിമല ഹൃദയ പ്രതിഷ്ഠ ഇത്രമാത്രം പ്രധാനപ്പെട്ട കാര്യമായിട്ട് സ്വർഗം വെളിപ്പെടുത്തി തരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ വിശുദ്ധ മോൺഫോർട്ട് തുടങ്ങി, അല്ലെങ്കിൽ വിശുദ്ധ ജോൺ യൂതിത്ത് തുടങ്ങി വിശുദ്ധരുടെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അനേകം വിശുദ്ധര് ഈ വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് ശക്തമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. സഭയിലെ മാർപ്പാപ്പമാരുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അനേകം മാർപ്പാപ്പമാർ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയും ഈ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചാലുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ശക്തമായിട്ട് പ്രബോധനങ്ങളിലൂടെ വെളിപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ മാതാവ് 1917 മുതൽ ലോകത്തോട് മാറി മാറി വിളിച്ചു പറയുന്നുണ്ട്: മക്കളെ, നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കുക. ഇതാണ് സ്വർഗത്തിലെത്താനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമെന്ന് അമ്മ മാതാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ അനേകം ആത്മീയ പിതാക്കന്മാർ ഈ ശുശ്രൂഷ എല്ലാവരും ചെയ്യണമെന്നും ഈ കാണുന്ന വിമല ഹൃദയ പ്രതിഷ്ഠ എല്ലാ വ്യക്തികളും നടത്തണമെന്ന് മാറി മാറി ആഹ്വാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയും വിശുദ്ധരും സഭാപിതാക്കന്മാരും അതോടൊപ്പം തന്നെ സഭയിലെ മാർപ്പാപ്പമാരും ആത്മീയ നേതൃത്വവും ഇപ്രകാരം മാറി മാറി വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താൻ പറയാനുള്ള ഒരടിസ്ഥാന കാരണം ലുക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വചനമാണ്. എന്ന് വെച്ചാൽ ഈശോ വീണ്ടും വരാറായി എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവരെല്ലാവരും പ്രിയപ്പെട്ടവരെ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താനായിട്ട് ആവശ്യപ്പെടുന്നത്. പരിശുദ്ധ ബൈബിളില് ഈശോയുടെ 2ാം വരവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് ഈശോയുടെ 2ാം വരവിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പരിശോധിക്കുമ്പോൾ വിശുദ്ധര് ഈശോയുടെ 2ാം വരവിനെ കുറിച്ച് അതിനു മുമ്പ് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലെല്ലാം 90% കാര്യങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ നടന്നു കഴിഞ്ഞു. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇത് ദൈവമക്കൾ മനസ്സിലാക്കി ഒരുങ്ങാനായിട്ട് ഇന്നു വരെ തയ്യാറാകാത്തത് കൊണ്ടാണ് അമ്മ മാതാവും വിശുദ്ധരും സഭയും ആത്മീയ പിതാക്കന്മാരും മാറി മാറി ദൈവമക്കളോട് പറയുന്നു: മക്കളെ,
പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാൻ. എന്താ പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം എന്താ പഠിപ്പിക്കുന്നത്? അവൻ വീണ്ടും വരും, അപ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താൻ പറ്റുമോ? കേട്ടെ, അവൻ വീണ്ടും വരും, അപ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താനായിട്ട് പറ്റുമോ? ഇവിടെ രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, ഈശോ രണ്ടാമതും വരും. രണ്ടാമത്തെ കാര്യം അല്പം വേദനയോടെ പറയുവാണ്, ആ സമയത്ത് ഈശോയ്ക്ക് ഈ ഭൂമിയിൽ ദൈവജനത്തിൽ വിശ്വാസം കണ്ടെത്താൻ പറ്റുമോ? എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവർ ഈശോ ഇപ്രകാരം പറയാൻ കാരണം എന്താ? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവ മക്കളുടെ ചിന്താഗതി പരിശോധിച്ചാൽ മതി. ഇന്ന് അനേകം മക്കൾ ദൈവവചനത്തെ തിരസ്കരിച്ച് ജീവിക്കുന്ന മക്കൾ. അനേകർ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശത്തെ അവഗണിച്ച് ജീവിക്കുന്നു. അനേകർ സ്വർഗം വെച്ച് നീട്ടുന്ന ആഹ്വാനങ്ങൾക്ക് വില കൊടുക്കാതെ ജീവിക്കുന്നു. അതിനുശേഷം മക്കൾ ചെയ്യുന്ന കാര്യം എന്താ? യുക്തി കൊണ്ട് ചിന്തിക്കുകയും യുക്തി കൊണ്ട് മനസ്സിലാക്കുകയും യുക്തി കൊണ്ട് കാണുകയും യുക്തി കൊണ്ട് വിലയിരുത്തുകയും യുക്തി കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വാസത്തിന് വില കൊടുക്കാതെ ജീവിക്കുന്ന മനുഷ്യർ ഈ കാലഘട്ടത്ത് വളർന്ന് പന്തലിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈശോ ഇപ്രകാരം ലോകത്തോട് വെളിപ്പെടുത്തിയത്, ഞാൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താനായിട്ട് പറ്റുമോ? പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് മാനസാന്തരം എന്ന് പറയുന്ന കാര്യം ഒരു മിഥ്യാസങ്കല്പമായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈശോയുടെ രണ്ടാം വരവ് അടുത്തോ ഇല്ലയോ എന്നറിയാനുള്ള രണ്ട് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ഈ രണ്ടാം വരവ് എന്നാണ്, അല്ലെങ്കിൽ അടുത്തായിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് സാത്താൻ. ഈ കാലഘട്ടത്തിൽ സാത്താന്റെ പ്രവൃത്തികൾ പരിശോധിച്ച് അവന്റെ സൈന്യനിരയുമായിട്ട് പുറത്തിറങ്ങി അവന്റെ സകല ആയുധങ്ങളുമായിട്ട് അവന്റെ രാജ്യത്തിലേക്ക് ദൈവമക്കളെ മുഴുവനും വിളിച്ച് ചേർത്തുകൊണ്ടിരിക്കുന്ന സമയം അവൻ വിശാലമായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു. അവന്റെ രാജ്യത്തിലേക്കുള്ള പാത മനസ്സിലാക്കി കൊടുക്കുന്നു. അനേകരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവന്റെ രാജ്യത്തിലേക്ക് ജനത്തെ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്തുകൊണ്ടാ മക്കളെ ഇത്രമാത്രം തീഷ്ണതയോടെ സാത്താൻ ഇതുപോലെ പ്രവർത്തിക്കാൻ കാരണം? ഈ കാണുന്ന വരവിന് മുമ്പ് രാജ്യത്തിലേക്ക് മുഴുവനും മക്കളെ കൊണ്ടുപോകണം. പരിശുദ്ധ അമ്മ നോക്കിക്കേ, കഴിഞ്ഞ 100 വർഷങ്ങൾ പരിശോധിച്ച് നോക്ക്. കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ പരിശുദ്ധ അമ്മ എത്രയോ വട്ടമാ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടേക്കണേ. ലോകത്ത് പരിശുദ്ധ അമ്മ എന്നിട്ട് പറഞ്ഞു തരുന്ന കാര്യം എന്താ? മക്കളെ, സമയം അടുത്തു, തിരിച്ചു വാ. എന്നിട്ട് പരിശുദ്ധ അമ്മ രണ്ട് കാര്യമാ പറയുന്നുള്ളൂ. ഈ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയ വഴിയാ. ഈ വഴിയിലൂടെ പോകണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കണം. രണ്ട്, മറ്റുള്ളവരെ സ്നേഹിക്കണം. കേൾക്കണം, സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയ വഴിയാ മക്കളെ. പക്ഷെ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, സ്നേഹിക്കുക. ആരെയൊക്കെയാ സ്നേഹിക്കണ്ടേ? നീ ദൈവത്തെ സ്നേഹിക്കുക. രണ്ട്, മറ്റുള്ളവരെ സ്നേഹിക്കുക. സാത്താനും എടുത്തിരിക്കുന്ന മാർഗം ഇത് തന്നെയാ. കുഞ്ഞെ, നീ എന്റെ രാജ്യത്തിലേക്ക് വരണമെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കണ്ട. രണ്ട്, മറ്റുള്ളവരെ സ്നേഹിക്കണ്ട. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, ഈ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടത വരാൻ കാരണം എന്താ? നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും മുറിവുകളും പലപ്പോഴും വന്ന കാരണം എന്താ? ഈ കാണുന്ന കാര്യം ചെയ്യുന്നത് സാത്താൻ ഇഷ്ടമല്ല. അവൻ അതിനെതിരായിട്ട് പ്രവർത്തിക്കുക. എന്നാൽ നമ്മൾ തിരിച്ചറിയണം മക്കളെ, അവനെതിരെതിരായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ആരൊക്കെ കാർക്കശ്യത്തോടെയുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ഒരു കാലെടുത്തു വെച്ചോ, ആ നിമിഷം അവരെ പൊതിഞ്ഞു പിടിക്കാൻ, അവരെ വഴി നടത്താൻ, അവരുടെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, അവർ തളരാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ അമ്മ, നമ്മുടെ പരിശുദ്ധ അമ്മ നമുക്ക് ചുറ്റിലുമുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തളരണ്ട. ഇന്ന് അനേകരുടെ ഒരു ചിന്താഗതിയുണ്ട്, ഈശോ രണ്ടാമത് വരുവോ? വിശ്വാസമില്ല. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശ്വാസ പ്രമാണം നമ്മൾ ചെല്ലുന്നുണ്ട്.
ഈ വിശ്വാസ പ്രമാണത്തിൽ ഇന്ന് വരെ ജീവിതത്തിൽ സംഭവിക്കാത്തതും എന്നാൽ സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച് ഹൃദയത്തിൽ വിശ്വസിച്ച അധരം കൊണ്ട് ദിവസവും ഏറ്റുപറയുന്ന 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഈശോ രണ്ടാമതും വരും. രണ്ടാമത്തെ കാര്യം, ശരീരം ഉയർത്തെഴുന്നേൽക്കും. മൂന്നാമത്തെ കാര്യം, നിത്യമായ ഒരു ജീവിതം ഉണ്ട്. കേട്ടെ, 1, ഈശോ രണ്ടാമത് വരും. 2, ശരീരം ഉയർത്തെഴുന്നേൽക്കും. 3, നിത്യമായ ഒരു ജീവിതം. ഇന്ന് വരെ നമ്മൾ അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക ഹൃദയത്തിൽ. എന്നിട്ട് അതിനം കൊണ്ട് പറയുക, ഇതുണ്ട്. ഇതിനെക്കുറിച്ച് പരിശുദ്ധ ബൈബിൾ എന്താ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ച് വ്യക്തമായിട്ടും വചനം പറഞ്ഞു തരുന്ന കാര്യം ഇപ്രകാരം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 27-ാമത്തെ വചനം പഠിപ്പിക്കുന്നു. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിൽ സർവഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടി വരുന്നത് കാണുകയും ചെയ്യും. എന്ന് വെച്ചാൽ വ്യക്തമായിട്ടും പറയുന്നു, ഈശോ വീണ്ടും രണ്ടാമതും വരും. അതന്നെയാ പ്രിയപ്പെട്ടവരെ, വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വചനം എന്താ പഠിപ്പിക്കുന്നത്? അവിടെ വചനം പറയുന്നു, ഇതാവൻ വാനമേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതിമാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. ഇവിടെയും പറയുന്നു, ഈശോ രണ്ടാമതും വരും. ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, എന്നാ വരുന്നേ? ഇതിനെക്കുറിച്ച് പരിശുദ്ധ ബൈബിൾ പറഞ്ഞു തരുന്ന കാര്യം ഇപ്രകാരമാണ്. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 32-ാമത്തെ വചനം പറയുന്നു, ആ ദിവസത്തെ കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം, ഒലിവുമലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഈശോയുടെ അടുത്തേക്ക് ശിഷ്യന്മാർ ചെന്നിട്ട് ചോദിക്കുന്നു, നിന്റെ രണ്ടാമത്തെ ആഗമനം, നിന്റെ പ്രത്യാഗമനം, യുഗാന്ത്യത്തിൽ നിന്റെ വരവ് അത് എന്നാണ്, എങ്ങനെയാണ്? ഈശോ ഡേറ്റ് കൊടുക്കുന്നില്ല, ഈശോ സമയം കൊടുക്കുന്നില്ല മക്കളെ. മറിച്ച് എന്താ ചെയ്യുന്നേ? ഈശോ അതിനു മുമ്പ് നടക്കുന്ന അടയാളങ്ങളെ കുറിച്ച് പറയുക. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തില് 4 മുതൽ 44 വരെയുള്ള തിരുവചനം പരിശോധിച്ച് നോക്കുമ്പോൾ 37 അടയാളങ്ങൾ കാണാം. ഈശോ വീണ്ടും വരുന്നതിന് മുമ്പ് ലോകത്ത് സംഭവിക്കുന്ന 37 അടയാളം. മക്കളെ, നിങ്ങൾ ഓരോന്നും വായിക്കണം. അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യം മനസ്സിലാക്കാൻ പറ്റും, ഇന്ന് പരിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 90% കാര്യങ്ങൾ ഇന്ന് നടന്നു കഴിഞ്ഞു. പഴയ നിയമം പരിശോധിച്ചേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 7, 8, 9, 10, 11 അധ്യായം, അതിൽ പ്രത്യേകിച്ച് 11-ാമത്തെ അധ്യായം, അവിടെ അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഈശോയുടെ രണ്ടാം വരവിന് മുമ്പ് എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ 13 അടയാളം കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവർ, ഇത് വായിച്ചു നോക്കുമ്പോൾ അതിൽ 90-95% കാര്യങ്ങൾ ഭൂമിയിൽ നടന്നു കഴിഞ്ഞു. വീണ്ടും 2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തില് 2 മുതലുള്ള തിരുവചനം പരിശോധിച്ച് നോക്കുമ്പോൾ ആ കാലഘട്ടം എന്ന് വെച്ചാൽ ഈശോയുടെ വരവിന് മുമ്പുള്ള കാലഘട്ടത്തിലെ മനുഷ്യന്റെ സ്വഭാവം, മനുഷ്യൻ എപ്രകാരമായിരിക്കും അവിടെ വചനം പറയുന്നുണ്ട്. അവിടെ പറയുന്ന കാര്യം ഇപ്രകാരമാണ്, അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. ആരാ? ഈശോയുടെ വരവിന് മുമ്പുള്ള ജനത്തിന്റെ അവസ്ഥ, സ്വഭാവം. വീണ്ടും വെളിപാടിന്റെ പുസ്തകം നോക്കിക്കേ മക്കളെ. 9, 10, 11 അധ്യായങ്ങൾ, ഇല്ലെങ്കിൽ ആ അധ്യായങ്ങൾ മുഴുവനും നോക്ക്. വെളിപാട് പുസ്തകം മുഴുവനും ഈശോയുടെ രണ്ടാം വരവ്, അവിടെ ഏകദേശം 9 അടയാളങ്ങൾ കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ അടയാളം മുഴുവനും ഇന്ന് 90-95% സംഭവിച്ചു കഴിഞ്ഞു. തീർന്നില്ല മക്കളെ. പരിശുദ്ധ അമ്മ 1500-ാമത്തെ ആണ്ടില്
ഇക്കഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എന്ന് പറയുന്ന രീതിയിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു. അതിനുശേഷം ലാസ്റ്റ് ലൈറ്റിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു, ലൂർദിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു, ഫാത്തിമയിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു. അവർ ലേഡി ഓഫ് ഗുഡ് നേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധി അമ്മ സർവ്വ ജനപദങ്ങളുടെ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് ആംസ്റ്റർഡാമിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഗാരന്തബാളിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു. അക്കിത്തായിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം മെച്ചുകൊറിയിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പരിശുദ്ധി അമ്മ നൽകിയിരിക്കുന്ന സന്ദേശം, ഈ സ്ഥലത്തെല്ലാം പരിശുദ്ധി അമ്മ നൽകിയിരിക്കുന്ന സന്ദേശമുണ്ട്. ഈ സന്ദേശം മുഴുവനും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതിൽ പറഞ്ഞിരിക്കുന്ന 90-95% ലോകത്ത് സംഭവിച്ചു. തീർന്നല്ല പ്രിയപ്പെട്ടവരെ, വിശുദ്ധരുടെ ചരിത്രം പരിശോധിക്കുക. വിശുദ്ധ കൊത്രേസ്യയുടെ ജീവിതം, വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതം, വിശുദ്ധ മോൺഫോർട്ടിന്റെ ജീവിതം, വിശുദ്ധ പാദ്രാപ്പിയോയുടെ ജീവിതം. പ്രിയപ്പെട്ടവരെ, ഇവരുടെ ജീവിതമൊക്കെ പരിശോധിക്കുമ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന മുന്നറിയിപ്പുണ്ട്. രണ്ടാം വരവിന് മുമ്പ് ലോകത്ത് സംഭവിക്കുന്ന കാര്യം. ഈ കാര്യം മുഴുവനും പരിശോധിച്ച് നോക്കുവാണെങ്കിൽ 90-95% കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാ പ്രിയപ്പെട്ടവരെ, ഈ ലോകം രണ്ടാം വരവിൻ്റെ സകല അടയാളങ്ങളും കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്ത് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, വിശുദ്ധര് പറഞ്ഞു തരുന്നു, സഭാപിതാക്കന്മാർ പറഞ്ഞു തരുന്നു, ആത്മീയ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നു. മക്കളെ, വിശുദ്ധര് പറഞ്ഞു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒറ്റക്കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം. മറ്റൊന്നുമല്ല, ഈശോയുടെ രണ്ടാം വരവ് അടുത്തത് കൊണ്ട് ദൈവമക്കൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വർഗത്തിലെത്താൻ കൊതിക്കുന്നുണ്ടെങ്കിൽ അവർ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കണം. അതുകൊണ്ടാണ് ഈ ആത്മീയ പിതാക്കന്മാരും എല്ലാവരും ഈ കാണുന്ന കാര്യം ഇത്രമാത്രം പ്രോത്സാഹിപ്പിക്കാനുള്ള അടിസ്ഥാന കാരണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വേദനയുണ്ട് മക്കളെ. ഇന്ന് പലർക്കും പറ്റുന്ന ഒരു അബദ്ധം, ഈശോയുടെ ഒന്നാം വരവിൽ നടന്ന അതേ സംഭവം ആവർത്തിക്കാനുള്ള ഒത്തിരി സാധ്യത ഈശോയുടെ രണ്ടാം വരവിലുമുണ്ട്. ഈശോയുടെ ഒന്നാം വരവിൽ എന്താ സംഭവിച്ചേ? കൃത്യമായിട്ടുള്ള അടയാളമുണ്ടായിരുന്നു. എന്താണ് വരുമ്പോൾ സംഭവിക്കുന്നത്? കന്യകയിൽ നിന്നാണ് ജനിക്കുന്നത്. ആ വ്യക്തി വന്നതിന് ശേഷം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അറിയിപ്പ് ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ജെറൂസലേം ദേവാലയത്തിന്റെ തൊട്ടടുത്ത് 13 വയസ്സ് ആകുന്നിടം വരെ ഈ കുഞ്ഞുങ്ങളെ ജെറൂസലേം ദേവാലയത്തിന്റെ അടുത്ത് താമസിപ്പിച്ചിരുന്നത്. അവർ വയസ്സറിയിച്ചതിന് ശേഷം അവിടെ വെച്ച് തന്നെ വിവാഹം ഉറപ്പിച്ചിട്ട് അവരെ പറഞ്ഞയക്കും. ഇതുപോലെ തന്നെയാണ് മറിയത്തെ പ്രിയപ്പെട്ടവരെ ജെറൂസലേം ദേവാലയത്തിന്റെ അടുത്ത് കൊണ്ടേ താമസിപ്പിച്ചു. അവൾ കന്യകയായിരുന്നു. ആ സമയത്താണ് പരിശുദ്ധാത്മാവ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഗർഭം ധരിച്ച്. ഈ ഒരു സത്യം അറിയാവുന്നത് ആകപ്പാടെ യൗസേപ്പ് പിതാവിന് മാത്രമാ. പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന അറിവ് യഥാർത്ഥത്തിൽ പിന്നീട് കിട്ടിയത് ജ്ഞാനികൾക്കാ. അവർ മനസ്സിലാക്കിയത് നക്ഷത്രം ആകാശത്ത് ഉദിച്ചു നിൽക്കുന്നത് കണ്ടപ്പോഴാണ്. ആ നക്ഷത്രം അവരെ കൊണ്ടുപോയി, അത് ബത്ലേമിൽ വരെ കൊണ്ടുപോയപ്പോൾ ആ നക്ഷത്രം മറഞ്ഞു. അവർ ചിന്തിച്ചു, ഇതാ രക്ഷകനല്ലേ, ആ രക്ഷകൻ വന്നിരിക്കുന്ന കൊട്ടാരത്തിലായിരിക്കും. അവർ ഹേറോദോസിന്റെ കൊട്ടാരത്തിൽ ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കാണുന്നില്ല രക്ഷകനെ. അവർ ഹേറോദോസ് രാജാവിനോട് പറഞ്ഞു, രക്ഷകൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഹെരോദോസ് പിശാചിന്റെ പ്രേരണ കൊണ്ട് ചെയ്ത കാര്യം എന്താ? 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളയാൻ പ്രേരണ കൊടുത്ത് ആജ്ഞാപിച്ചത്. അതിനുശേഷം പ്രിയപ്പെട്ടവരെ നടന്ന സംഭവം എന്താ? 33-ാമത്തെ വയസ്സില് ഈശോ വീണ്ടും ഭൂമിയിലേക്ക് ശക്തമായിട്ട് കടന്നു വരുക, അടയാളങ്ങൾ കാണിക്കുക. ഇന്ന് വരെ ലോകത്ത് നടക്കാത്ത അടയാളം, ഇന്ന് വരെ ആരും പറയാത്ത പ്രബോധനങ്ങൾ. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ കൃത്യമായിട്ട് യഹൂദ ജനത്തിന് അറിയാമായിരുന്നു, ഇസ്രായേൽ ജനത്തിന് അറിയാമായിരുന്നു. പക്ഷെ അവരാരും വിശ്വസിച്ചില്ല. അവരെല്ലാവരും ഈശോയെ വിധിച്ചു. അവൻ തച്ചന്റെ മകനല്ലേ, അവൻ മറിയത്തിന്റെ മകനല്ലേ, അവൻ എവിടുന്ന ഈ ജ്ഞാനം? ആരും അവനെ സ്വീകരിച്ചില്ല. ഇത് തന്നെയല്ലേ മക്കളെ ഈ രണ്ടാം വരവ് അടുത്തപ്പോഴും ഈശോ വ്യക്തമായിട്ട് അടയാളം പറഞ്ഞു, ബൈബിളിൽ പറഞ്ഞു, അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, വിശുദ്ധര് പറഞ്ഞു വെച്ചു. പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല, ആരും ഒരുങ്ങുന്നില്ല. അവൻ വീണ്ടും വരുമ്പോൾ അവൻ ആരാണെന്ന് മനസ്സിലാക്കില്ല. കാരണം മനുഷ്യന്റെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞേക്കുക, അവന്റെ മനസ്സ് മരവിച്ചു പോയേക്കുക, അവന്റെ ഹൃദയം കഠിനമായി പോയേക്കുക.
ഈ സത്യം മനസ്സിലാക്കിയത് കൊണ്ട് ആ മക്കളെ പരിശുദ്ധ അമ്മ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് മക്കളോട് പറയുന്നു, മക്കളെ, ഈശോയുടെ 2ാം വരവിന് മുമ്പ് ഓരോ കുഞ്ഞും ഒരുങ്ങാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഈ വിമലഹൃദയ പ്രതിഷ്ഠയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുന്ന മക്കൾ അതിൻ്റെ പൂർണ്ണതയിൽ ആ കാണുന്ന പ്രതിഷ്ഠ നിറവേറ്റി അവർ ഒരുങ്ങണമെങ്കിൽ പരിശുദ്ധ അമ്മ 7 കാര്യം പറഞ്ഞു വെച്ചിരിക്കുന്നേ. ആ കാര്യം, ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, കൂടെ കൂടെ കുമ്പസാരിക്കണം. തുടങ്ങാൻ എളുപ്പമായത്. ഞാൻ അനേകരെ കണ്ടിട്ടുണ്ട്, വിമലഹൃദയ പ്രതിഷ്ഠ വളരെ ആഗ്രഹത്തോടെ തുടങ്ങും, പൂർത്തിയാക്കാൻ പറ്റില്ല. പക്ഷെ ഇത് പൂർത്തിയാക്കാൻ പറ്റണമെങ്കിൽ അച്ഛൻ ഇന്നലെ പറഞ്ഞു തന്ന പോലെ പുണ്യം 1ാമത്തെ ദിവസം തൊട്ട് അവസാനത്തെ ദിവസം വരെ എന്തോരം പുണ്യം അഭ്യസിക്കാൻ പറ്റും, അത് അഭ്യസിക്കണം. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഇന്ന് അച്ഛൻ പറഞ്ഞു തരുവാണ്, കൂടെ കൂടെ കുമ്പസാരിക്കാൻ തയ്യാറാകണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ വഴി എന്തോരം പാപം ചെയ്യുന്നുണ്ടോ? ആ പാപം കണ്ടെത്തിയിട്ട് അടുത്തടുത്ത് കുമ്പസാരിക്കാൻ, കുറ്റമറ്റ കുമ്പസാരം നടത്താൻ. ഞാൻ ഓർക്കുക പ്രിയപ്പെട്ടവരെ, വിശുദ്ധര് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തി ഒരു ദിവസം 100 പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 80% തെറ്റായി, പൂർണ്ണതയില്ലാത്ത, ദൈവത്തിന്റെ ഹിതമല്ലാത്ത കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ജോൺ പോൾ 2 മാർപ്പാപ്പ എല്ലാ വെള്ളിയാഴ്ചയും കുമ്പസാരിക്കും. അദ്ദേഹത്തിന് പറയുവാനായിട്ട് 1 മണിക്കൂർ നേരം മുട്ടിന്മേൽ നിന്ന് പറയാനുള്ള പാപമുണ്ടായിരുന്നു. ആ പാപം മുഴുവനും അദ്ദേഹം കുമ്പസാരക്കുട്ടില് 2 മണി തൊട്ട് 3 മണി വരെയുള്ള സമയത്ത് ഒരു സാധാരണക്കാരനായ വൈദികന്റെ മുന്നിൽ ഏറ്റുപറയുക. ഞാൻ ഓർക്കുക, എൻ്റെ അടുത്ത് ഒരു കുട്ടി വരും, പ്രിയപ്പെട്ടവർ, യൂത്ത. ആ കുഞ്ഞ് കുമ്പസാരിക്കാൻ എല്ലാ ആഴ്ചയിലും വരുമ്പോൾ അവൾക്ക് ഏകദേശം 4 പേപ്പർ നിറച്ച് പാപമുണ്ട്. അത്രമാത്രം ചെറുതും വലുതുമായിട്ടുള്ള പാപം കണ്ടെത്തി അവൾ ഉപേക്ഷിച്ച് ഈ ഭൂമിയിൽ എന്തോരം വിശുദ്ധമായിട്ട് ജീവിക്കാൻ പറ്റുമോ അത്രയും വിശുദ്ധമായ ജീവിതം. ഞാൻ നിങ്ങളോട് പറയുക പ്രിയപ്പെട്ടവരെ, ഈ 33 ദിവസം എത്രമാത്രം വിശുദ്ധമായ ജീവിതം നയിക്കാൻ പറ്റുമോ? ഒരു ചെറിയ തെറ്റിലേക്ക് പോലും വീഴാതെ, അങ്ങനെ വീണു പോയാൽ അത് കുമ്പസാരിക്കാൻ, കൂടെ കൂടെ കുമ്പസാരിച്ച് ഏറ്റവും പൂർണ്ണതയിലേക്ക് എന്തുമാത്രം മാറാനായിട്ട് പറ്റുമോ അത്രമാത്രം മാറാനായിട്ട് ഈ 33 ദിവസവും ഓരോരുത്തരും പരിശ്രമിക്കണം. എന്നാൽ മാത്രമേ ഈ കാണുന്ന വിമലഹൃദയ പ്രതിഷ്ഠ പൂർത്തിയാക്കാൻ പറ്റൂ. 2ാമത്തെ കാര്യം, സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ ബലിയർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകരുത്. എത്ര തിരക്കുള്ള വ്യക്തിയാണെങ്കിലും കുഞ്ഞെ, നിനക്ക് സ്വർഗമാണ് പ്രധാനപ്പെട്ടത്. ഈ ലോകത്തിൽ മറ്റെന്ത് കിട്ടിയാലും നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ഈ സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി നമ്മൾ തെരഞ്ഞെടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞെ, വില കൊടുത്ത് ബലിയർപ്പിക്കുക. വില കൊടുത്ത് ബലിയർപ്പിക്കുക. രാവിലെ പറ്റില്ലെങ്കിൽ വൈകുന്നേരം പോ. ഇനി അതും പറ്റില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഓൺലൈനിലെങ്കിലും ഒരു പരിശുദ്ധ ബലിയിൽ നിങ്ങൾ പങ്കുചേര്. അല്ലാത്തവർ മുഴുവനും പരിശുദ്ധ ദേവാലയത്തിൽ പോയി ബലിയർപ്പിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. കാരണം സാത്താന്റെ ശക്തി നിർവീര്യമാകെ പോകുന്ന സമയമാണ് പരിശുദ്ധ ബലി. സഭയുടെ അടിസ്ഥാനം പരിശുദ്ധ കുർബാനയിലാണ്. കുറ്റമറ്റ ഒരു ബലിയർപ്പണം നടത്തിക്ക് ആ പരിശുദ്ധ ബലി നമുക്ക് അനുഭവമാകുന്ന നമ്മൾ ആ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എൻ്റെ വിശ്വാസവും വിശുദ്ധിയും എന്തുമാത്രമുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കുർബാന എനിക്ക് അനുഭവമാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുറ്റമറ്റ പരിശുദ്ധ ബലിയർപ്പിക്കാൻ നോക്കണം. അതിനും സമയം കിട്ടിയില്ലെങ്കിൽ കുഞ്ഞെ, നിനക്ക് ഏതെങ്കിലും നിത്യാരാധന ചാപ്പല്ലോ അല്ലാത്ത ചാപ്പല്ലോ പോയി 1 മണിക്കൂർ നേരം ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിന്റെ ജീവിതം മാറിമറിയും. ഈ 33 ദിവസം എൻ്റെ അപ്പനെ സ്വീകരിക്കാൻ, അപ്പൻ്റെ കൂടെ ഇരിക്കാൻ ഏതൊക്കെ വ്യക്തികൾ വില കൊടുക്കാൻ തയ്യാറായിക്കോ ആ വ്യക്തിക്ക് ഈ വിമലഹൃദയ പ്രതിഷ്ഠ പൂർത്തിയാക്കാനും പറ്റും. പൂർത്തിയാക്കുക മാത്രമല്ല, അവർക്ക് സ്വർഗം കിട്ടുന്ന അനുഭവം കിട്ടിയിരിക്കും. വിശ്വസിക്കുന്ന നിങ്ങൾ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. 3ാമത്തെ കാര്യം, പരിശുദ്ധ വചനവായനയാ മക്കളെ. ഞാൻ പറഞ്ഞല്ലോ, ഇത് വെറുതെ നമ്മൾ കുറച്ച് പ്രാർത്ഥന ഉരുവിടുന്നല്ല, മറിച്ച് വില കൊടുത്തേ ഈ 33 ദിവസം അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ. അങ്ങനെ വായിക്കുമ്പോൾ കിട്ടുന്ന കാര്യം പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുക. അതുകൊണ്ട് നമ്മളുടെ പാപത്തിന്റെ കടം കറ മാറ്റപ്പെടുക. അതിലൂടെ നമ്മുടെ വിശുദ്ധീകരണം സംഭവിക്കുക.
വചനം നമ്മളിൽ മാംസം ധരിക്കുക. സാധിക്കുന്ന എല്ലാവരും പ്രിയപ്പെട്ടവരെ അരമണിക്കൂർ ബൈബിൾ വായിക്കുക. ഇനി അതിനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ മാത്രം ഒരു ചാപ്റ്റർ എങ്കിലും, ഒരധ്യായമെങ്കിലും ഒന്ന് വില കൊടുത്ത് ബൈബിൾ വായിക്കാൻ നോക്ക്. ഇനി നമ്മുടെ കണ്ണ് കാണത്തില്ല, വായിക്കാൻ അത്ര മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ വചന ശുശ്രൂഷയില്, ശാലോം TV-യില്, ചെക്കന ചാനലില്, ഗുഡ്നസ് TV-യില്, ഇതിലൊക്കെ വചന പ്രഘോഷണം നടക്കുന്നുണ്ടല്ലോ. അതിലൊന്ന് പങ്കുചേർന്നേ, ആഗ്രഹിച്ചൊന്ന് പങ്കുചേർന്നേ, അതിൽ സംബന്ധിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. നാലാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഉപവാസം. ഈ 33 ദിവസം അച്ഛൻ പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സാധിക്കുവാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്ക്, ബുധനാഴ്ചകളിൽ സാധിക്കുവാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്ക്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ടാന്ന് വെക്ക്. ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപവാസം നടത്ത്. ഇല്ലെങ്കിൽ TV കാണുന്നില്ല, യൂട്യൂബ് നോക്കുന്നില്ല. ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുക പ്രിയപ്പെട്ടവരെ. അതല്ലെങ്കിൽ പഞ്ചേന്ദ്രിയ ഉപവാസം നടത്തുക, കണ്ണടക്കം പാലിക്കുക, മൗനവ്രതം എടുക്കുക, കേൾവിയുടെ വ്രതം എടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ചില ഉപവാസങ്ങൾ ജീവിതത്തിൽ വില കൊടുത്ത് നിങ്ങൾ എടുക്കാൻ നോക്കിക്കേ. എല്ലാ വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും കഞ്ഞിയും ചമ്മന്തിയും ഇന്നത്തെ വിലയുണ്ട് മക്കളെ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ 33 ദിവസം എന്നെ സംബന്ധിച്ച് ഞാൻ എന്തോരം വില കൊടുത്ത് എൻ്റെ ദൈവവുമായിട്ട് ഐക്യപ്പെടാൻ, അമ്മ വഴി ഐക്യപ്പെടാൻ ആഗ്രഹിച്ചോ, നിങ്ങൾക്ക് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ പൂർത്തിയാക്കാനും പറ്റും. അതോടൊപ്പം തന്നെ കുഞ്ഞെ, നീ സ്വർഗം സ്വന്തമാക്കാൻ നിനക്ക് പറ്റും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ കാര്യം സമ്പൂർണമായിട്ടുള്ള ജപമാല ചൊല്ലിക്ക്. ഞാൻ ഓർക്കുന്നുണ്ട്, എത്രയോ പേരാ വന്ന് പങ്കുവെക്കുന്ന ദിവസവും 20 ജപമാല ചൊല്ലുന്നവരെ എനിക്കറിയാം. ദിവസവും 30 ജപമാല ചൊല്ലുന്നവരെ എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, 10 ജപമാല ചൊല്ലുന്നവരെ എനിക്കറിയാം. ഞാൻ ഇതൊന്നും ആവശ്യപ്പെടുന്നില്ല. കുഞ്ഞേ, നിനക്ക് 4 ജപമാല ചൊല്ലാൻ പറ്റുമോ? ഇനി നിനക്ക് അങ്ങനെ ഇരുന്ന് ചെല്ലാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് മനസ്സിൽ നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലി ഇങ്ങനെ നടക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒരു ജപമാല ചൊല്ല്. സ്കൂളിൽ പിള്ളേർ പോയി കഴിഞ്ഞിട്ട് ഒരു ജപമാല ചൊല്ല്. ഉച്ച കഴിഞ്ഞ് ഒരു ജപമാല ചൊല്ല്. വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ ഒരു ജപമാല ചൊല്ല്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും നമ്മുടെ അധരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നന്മ നിറഞ്ഞു പറയുമ്പോൾ ഉരുവിടും തോറും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വരിക മാത്രമല്ല, നിനക്ക് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ പൂർത്തിയാക്കാനും, ഈ പൂർത്തിയാക്കുന്നതിലൂടെ സ്വർഗീയ അനുഭവം, സ്വർഗത്തിലേക്കുള്ള അടുപ്പം നിന്റെ ജീവിതത്തിൽ വന്നു കഴിയുകയും ചെയ്യുമെന്ന് നീ ഉറച്ച് വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. 6-ാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് കാരുണ്യ പ്രവൃത്തി ചെയ്യുക. അതുപോലെ പുണ്യപ്രവൃത്തി. നീ ഈ 33 ദിവസം നിന്റെ കുടുംബത്തിലുള്ളവരോട് ഒന്ന് കരുണയോടെ നോക്കാൻ പറ്റുമോ? ഈ 33 ദിവസം നിന്റെ ജീവിത പങ്കാളിയോടും, മക്കളോടും, മാതാപിതാക്കളോടും ഒന്ന് കരുണയോടെ സംസാരിക്കാൻ പറ്റുമോ? അവർ പറയുന്ന കാര്യം ഒന്ന് കരുണയോടെ കേൾക്കാൻ പറ്റുമോ? നിനക്ക് അവരോടൊന്ന് കരുണയോടെ പ്രവർത്തിക്കാൻ പറ്റുമോ? നിന്റെ അയൽവക്കക്കാരോട് മാസങ്ങളായി, ദിവസങ്ങളായി, വർഷങ്ങളായിട്ട് മിണ്ടിയിട്ടില്ലെങ്കിൽ നീ ഒന്ന് കരുണ കാണിച്ച് അവരോട് പോയി. നിന്റെ ചുറ്റുപാട് താമസിക്കുന്നവർക്ക് അർഹതപ്പെട്ട ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടതുണ്ടെങ്കിൽ നീ ഒന്ന് കരുണയോടെ അവിടെ പോയി ഒന്ന് പെരുമാറി അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായം ഒന്ന് ചെയ്തു കൊടുത്തേ. പ്രിയപ്പെട്ടവരെ, വലിയ കാര്യം ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ എൻ്റെ ജീവിത പങ്കാളിയോട് ഒന്ന് കരുണ കാണിക്കാൻ, എൻ്റെ മക്കളോടൊന്ന് കരുണയോടെ നോക്കാൻ, എൻ്റെ വീട്ടിൽ പ്രായമായി കിടക്കുന്ന മാതാപിതാക്കളോട് ഒന്ന് കരുണയോടെ സംസാരിക്കാനാ നമുക്ക് ബുദ്ധിമുട്ട്. ഈ 33 ദിവസം ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിക്കേ. ഉറപ്പാ മക്കളെ, നമുക്ക് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ അനേക അനുഗ്രഹം, സ്വർഗം സ്വന്തമാക്കുന്ന കൃപ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ തുടങ്ങിയാൽ പോരാ, പൂർത്തിയാക്കണം. പൂർത്തിയാക്കാനുള്ള 6-7 കാര്യങ്ങളാ അച്ഛൻ ഈ പറഞ്ഞു തന്നെ. ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങണം. ചെയ്യാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ടും പ്രിയപ്പെട്ടവരെ, ദൈവാനുഗ്രഹം നമുക്ക് കിട്ടും, സ്വർഗീയ അനുഭവം നമുക്ക് കിട്ടുകയും ചെയ്യും. നാളെ മുതൽ യഥാർത്ഥ മരിയാഭക്തി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കണം, നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കണം.
പരിശുദ്ധ അമ്മ തൻ്റെ മക്കളോട് സംസാരിക്കാനായിട്ട് പോകുക. പരിശുദ്ധ അമ്മ നൽകുന്ന ആ സന്ദേശം, പരിശുദ്ധ അമ്മ നമ്മളോട് സംസാരിക്കുന്ന ഏറ്റവും സ്നേഹത്തോടെ ഹൃദയം തുറന്ന് നമുക്ക് സ്വീകരിക്കാം. അതിനുശേഷം സ്ക്രീനിൽ വെളിപ്പെടുത്തി തരുന്ന ഏതൊക്കെ പുണ്യങ്ങൾ വിചാരത്തിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, ഉപേക്ഷയിൽ ചെയ്യണം, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അഭ്യസിക്കാം. ഓരോ ദിവസവും 100ഉം 150ഉം പുണ്യങ്ങൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം പരിശുദ്ധ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എൻ്റെ ഏറ്റവും വലിയ സമ്മാനമായ സ്നേഹം നിങ്ങൾക്ക് നൽകുവാൻ ഞാനിതാ വരുന്നു. വളരെ വിശേഷകരമായ ഒരു കൈമാറ്റവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിന് പകരം ഞാൻ എൻ്റെ ഹൃദയം തരുന്നു. ഈ സമയത്ത് എൻ്റെ വിമല ഹൃദയത്തോടുള്ള സമർപ്പണ പ്രക്രിയ നിങ്ങൾ നടത്തണം. അപ്പോൾ എൻ്റെ മഹാവിജയത്തിൽ നിങ്ങളും പങ്കാളികളാകും. ഈ സമ്മാനം സ്വമനസ്സ നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു.